പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ തിങ്കളാഴ്ചയുടെ നല്ല പ്രഭാതത്തിൽ ക്രിസ്തുയേശുവിന്റെ വന്ദനത്തെ അറിയിക്കുന്നു. വീണ്ടും ദൈവവചനമായി പ്രാർത്ഥനയോടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവകൃപാലുമായ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിനങ്ങളിലെ ദൈവവചന ചിന്തയും പ്രാർത്ഥനയും ദൈവാലോചനയും നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായിരുന്നു എന്നറിഞ്ഞതിൽ കർത്താവിൽ സന്തോഷിക്കുന്നു. ഇന്ന് രാവിലെയും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനത്തെ ദൈവം നൽകിയിട്ടുണ്ട്. 2 കൊരിന്ത്യർ 8-9 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നൻ ആയിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നർ ആകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. സ്തോത്രം. നാം സമ്പന്നർ ആകേണ്ടതിന് നമ്മുടെ യേശുപ്പച്ചൻ ദരിദ്രനായി തീർന്നു. അവന് ജനിക്കുവാൻ സ്വന്തമായൊരു വീടില്ലായിരുന്നു. ഒരു ദാരിദ്ര്യത്തിന്റെ മേഖലയിൽ നമുക്ക് നമ്മുടെ ദാരിദ്ര്യത്തെ പൊട്ടിക്കുവാൻ, നമ്മുടെ ശൂന്യതയെ മാറ്റുവാൻ അവൻ സമ്പന്നനായിരുന്നിട്ടും ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടതിന് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നമ്മൾ അറിയുന്നുവല്ലോ. ഇന്ന് രാവിലെ കാലം അങ്ങനെയെങ്കിൽ നീ ഇപ്പോൾ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തിന്റെ മേഖലകളെ ഈ വചനം നിമിത്തം ദൈവം അതിനെ പൂട്ടിക്കുകയാണ്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്ന വചനമുണ്ട്. ഈ ദിവസങ്ങളിൽ വചനമനുസരിക്കുന്ന, വചനം പ്രമാണിക്കുന്ന, വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുന്ന നിന്റെ ജീവിതത്തിന്റെ സ്ഥിതികൾക്കൊരു മാറ്റം വരാൻ പോവുകയാണ്. ദൈവം എന്റെ രാവിലെ കാലം വ്യക്തമായിട്ട് സംസാരിക്കുകയാണ്. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? നിന്റെ സ്ഥിതിയെ മാറ്റാൻ പോകുക, നിന്റെ അവസ്ഥകൾ മാറ്റാൻ പോകുക. എത്ര നാളായി ഈ സ്ഥിതിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു മാറ്റമില്ലെന്ന് പലപ്പോഴും ചോദിച്ചില്ലേ? എന്തുകൊണ്ടാണ് കർത്താവേ ഞങ്ങൾ ഇങ്ങനെ ഞെരുക്കത്തിലൂടെ കഴിയുന്നത്? എന്താണ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഈ പരാജയം? പലപ്പോഴും ചോദിച്ചിട്ടില്ലേ? ഇന്ന് രാവിലെ ആ ദാരിദ്ര്യത്തിന്റെ മേഖലകളെ ദൈവം പുഷ്ടപ്പെട്ടിട്ട് ഒരു സമ്പന്നതയുടെ അനുഭവത്തെ ദൈവം തുറക്കാൻ പോകുക. വിശ്വസിക്കുന്നുവെങ്കിൽ രാമേ പറ. വചനത്തിലുള്ള ദൈവാത്മാവ് പറയുന്നു, അവന്റെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. നിരവധി വിശ്വസിക്കാമോ? നിന്റെ സ്ഥിതി മാറാൻ പോവുക. നീ പ്രതീക്ഷിക്കാത്ത നന്മകൾ നിന്റെ കരത്തിൽ വരാൻ പോവുക. നിന്റെ ശൂന്യമായ കരത്തെ ദൈവം നിറയ്ക്കാൻ പോവുക. ഒരു സമൃദ്ധിയുടെ മേഖല നിനക്ക് വേണ്ടി തുറക്കാൻ പോകുക. നിന്റെ ജീവിതത്തിന്റെ പരാജയങ്ങൾ ദൈവം മാറ്റാൻ പോകുക. നീ ഇനി വായ്പ വാങ്ങത്തില്ല. നീ വായ്പ കൊടുക്കുന്ന ഒരു അനുഭവത്തിലേക്ക്, അനേകർക്ക് നന്മകൾ കൊടുക്കുന്ന നിലവാരത്തിലേക്ക് നിന്റെ കരത്തെ ദൈവം നിറയ്ക്കാൻ പോകുക. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ഈ വചനപ്രകാരമുള്ള വിടുതലുകൾ തന്റെ ജനത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. അവിടെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടുള്ള നന്ദി. അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.